നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് അപകടത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെടണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. കോടതി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ പോലീസ് തലകുനിച്ച് നിൽക്കേണ്ടി വരും. വലിയ പിഴവുകളാണ് പോലീസ് സംവിധാനത്തിന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പെറുക്കിക്കൂട്ടുന്ന തിരക്കിലാണ് പോലീസ്. എന്നാൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ. ആ വെടിപ്പുരയിൽ അനുവദനീയമല്ലാത്ത രാസവസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. ഇത് മാത്രമല്ല, അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കാനുള്ള നീക്കം ഇവിടെ നടന്നിരുന്നോ എന്നുള്ള ഒരു സംശയവും ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ പോലീസ് അടപടലം തേഞ്ഞൊട്ടുന്ന ഒരു കാഴ്ചയാണ്. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ പല ഭാഗത്തായി ഇത്തരത്തിലുള്ള വെടിക്കെട്ട് നിർമ്മാണങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ ശക്തമായ പോലീസിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം. എന്നാൽ പോലീസ് സംവിധാനത്തിന് ഇവിടെ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മുണ്ടത്തിക്കോട് അപകടമുണ്ടായത് ഉപയോഗിക്കാൻ പാടില്ലാത്ത രാസവസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ടാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അമിതമായ ചൂട് കാരണമല്ല അപകടമുണ്ടായത് എന്നുള്ളത് പെസോ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ അതിന് തെളിവുകളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഈ ഘട്ടത്തിലാണ് അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത രാസവസ്തുക്കൾ ഉപയോഗിച്ചോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അന്വേഷണത്തിൽ ആ ഒരു കാര്യം എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ തന്നെ പോലീസിന് പിന്നീട് തല പൊക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ അധികൃതർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കത്തുന്ന വേനൽ ചൂടിനെ പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈ കഴുകാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സ്ഫോടനത്തിന്റെ തീവ്രത ചൂണ്ടിക്കാട്ടുന്നത് നിയമലംഘനങ്ങളിലേക്ക് തന്നെയാണ്. അപകട കാരണത്തെക്കുറിച്ചും കാണാതായവരുടെ കൃത്യമായ എണ്ണത്തെക്കുറിച്ചും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ മാത്രമേ മുണ്ടത്തിക്കോട്ടെ യഥാർത്ഥ വില്ലൻ ആര് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. വെടിക്കെട്ട് അപകടങ്ങളിൽ മിക്കപ്പോഴും വില്ലനാകുന്നത് നിരോധിത രാസവസ്തുക്കളായ പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ്. പൊട്ടിത്തെറിയുടെ ശബ്ദവും വെളിച്ചവും അമിതമായി വർദ്ധിപ്പിക്കാൻ സുരക്ഷിതമായ പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം പൊട്ടാസ്യം ക്ലോറേറ്റ് ചേർക്കാറുണ്ട്. ഇത് സൾഫറുമായി ചേർന്നാൽ മിശ്രിതം അതിവേഗം പ്രതികരിക്കുകയും ചെറിയൊരു അശ്രദ്ധ പോലും വൻ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യും. 1992 തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഈ രാസവസ്തു വെടിക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഫോറൻസിക് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വെടിക്കെട്ട് നിർമ്മാണശാലകൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ മുണ്ടത്തിക്കോട് കാറ്റിൽ പറത്തിയോ എന്ന സംശയവും ബലപ്പെടുകയാണ്. ചട്ടപ്രകാരം വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതും കൂട്ടിയോജിപ്പിക്കുന്നതുമായ ഷെഡുകൾ തമ്മിൽ കുറഞ്ഞത് 18 മീറ്റർ അകലം പാലിക്കണം. ഒരു ഷെഡിൽ ഉണ്ടാകുന്ന അപകടം മറ്റൊന്നിലേക്ക് പടരാതിരിക്കാനാണ് ഈ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ പലയിടത്തും സ്ഥലപരിമിതി മൂലം ഈ അകലം പാലിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിക്സിംഗ് ഷെഡുകളിലെ ആൾക്കൂട്ടമാണ് മറ്റൊരു നിയമലംഘനം. ഒരു സമയത്ത് 2 പേരിൽ കൂടുതൽ മിക്സിംഗ് ഷെഡിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് ചട്ടം. എന്നാൽ മുണ്ടത്തിക്കോട്ടെ അപകട സമയത്ത് 5ലധികം പേർ ഒരേ ഷെഡിൽ ഉണ്ടായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂട്ടം കൂടിയിരുന്ന് വെടിമരുന്ന് മിശ്രിതം തയ്യാറാക്കുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. നിയമങ്ങൾ കടലാസിൽ ഒതുങ്ങുമ്പോൾ കത്തി അമരുന്നത് തൊഴിലാളികളുടെ ജീവനാണ്. സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാണോ അതോ രാസവസ്തുക്കളുടെ അശാസ്ത്രീയമായ സംഭരണമാണോ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. നിരോധിത വസ്തുക്കൾ ഏതെങ്കിലും മാർഗത്തിലൂടെ നിർമ്മാണശാലയിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എക്സ്പ്ലോസീവ് വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നത് അവിടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണോ ഈ വെടിക്കോപ്പ് നിർമ്മാണങ്ങൾ നടന്നത് എന്നുള്ളതാണ്. ഇവിടെ പോലീസിന്റെ കൃത്യമായ പരിശോധന ഉണ്ടാകേണ്ടിയിരുന്നതാണ്. എന്നാൽ പോലീസ് ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കിയില്ല. അപകടം ഉണ്ടായതിനു ശേഷം ഓടിപ്പിടഞ്ഞെത്തുന്ന പോലീസ് സംഘത്തെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്നാൽ അവിടെ ഈ വെടിക്കെട്ട് നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി പോലീസിന് അറിയാം. അതായത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതിന് ശേഷം വേണം അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കാൻ. മാത്രമല്ല ഈ ഭാഗത്ത് പോലീസിന്റെ കർശന നിരീക്ഷണവും ഉണ്ടായിരിക്കണം. എന്നാൽ ഈ ഭാഗത്തേക്കൊന്നും തന്നെ പോലീസ് എത്തിയിട്ടില്ല.
ഗുരുതര പിഴവ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനും മറുപടി പറയേണ്ടി വരും, പോലീസിനും മറുപടി പറയേണ്ടി വരും. സാധാരണ വെടിമരുന്ന് മിശ്രിതത്തിൽ സൾഫറും ചാർക്കോളും പൊട്ടാസ്യം നൈട്രേറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇളവ് നൽകാത്ത പൊട്ടാസ്യം ക്ലോറേറ്റ് ചേർത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അതിഭീകരമാണ്. തീപ്പെട്ടി കമ്പനികൾ വഴിയോ മറ്റോ ഇത്തരം രാസവസ്തുക്കൾ നിയമവിരുദ്ധമായി ശേഖരിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. ലാഭക്കൊതിക്ക് വേണ്ടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ബലി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തിയാണ് മുണ്ടത്തിക്കോട് കണ്ടത്. കാണാതായവരുടെ എണ്ണത്തിൽ വ്യക്തതയില്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. സൈറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ കൃത്യമായ പട്ടികയില്ലെന്നത് ഗൗരവതരമായ വീഴ്ചയാണ്. കണ്ടെടുത്ത 32 മനുഷ്യാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ മാത്രമേ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയൂ. ചിതറിത്തെറിച്ച മാംസഭാഗങ്ങൾ പല മൃതദേഹങ്ങളുടേതാണോ അതോ ഒരാളുടേതാണോ എന്ന് തിരിച്ചറിയുക ദുഷ്കരമാണ്. ചൂടിനെ മാത്രം കുറ്റം പറയുന്നതിൽ കാര്യമില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പുറത്തെ താപനില വർദ്ധിക്കുന്നത് വെടിമരുന്നിന്റെ സ്വഭാവത്തിൽ നേരിയ മാറ്റങ്ങൾ വരുത്താമെങ്കിലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള നിർമ്മാണശാലകളിൽ ഇത് വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകില്ല. മറിച്ച് വെടിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഉരസലോ അശ്രദ്ധയോ ആണ് പലപ്പോഴും ഇത്തരം തീഗോളങ്ങൾക്ക് പിന്നിലെ കാരണം. നിയമം അനുശാസിക്കുന്ന 18 മീറ്റർ അകലം ഷെഡുകൾ തമ്മിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിയുമായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയ്ക്ക് മതിയായ ലൈസൻസ് ഉണ്ടായിരുന്നുവോ എന്നും അന്വേഷിക്കുന്നുണ്ട്. നിശ്ചിത അളവിൽ കൂടുതൽ വെടിമരുന്ന് ശേഖരിച്ചു വെച്ചിരുന്നോ എന്നതും പ്രധാനമാണ്. പലപ്പോഴും ലൈസൻസിൽ പറയുന്നതിനേക്കാൾ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നത് പതിവാണ്. ഇത്തരത്തിലുള്ള അമിത ശേഖരണം സ്ഫോടനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടാകാം. അന്തിമ ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് നാടും പോലീസും. ഏത് രാസവസ്തുവാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും ഏത് ഷെഡിൽ നിന്നാണ് ആദ്യം തീ പടർന്നത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാകും. നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. മുണ്ടത്തിക്കോടുണ്ടായ നോവ് ആവർത്തിക്കാതിരിക്കാൻ വെടിക്കെട്ട് മേഖലയിൽ കർശനമായ ഓഡിറ്റിംഗ് ആവശ്യമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. പുറ്റിങ്ങലിൽ ദുരന്തം നടന്നപ്പോൾ ആ 1 മാസത്തോളം അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 2 മാസത്തോളം കൃത്യമായ നടപടികൾ എടുക്കുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് ഒരു വിഷയമേ അല്ലാത്ത രീതിയിലേക്ക് മാറി. കൊല്ലത്ത് പലയിടത്തും ഇപ്പോൾ അപകടകരമായ രീതിയിലുള്ള വെടിക്കോപ്പ് നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റിടങ്ങളിലെല്ലാം. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വെടിമരുന്ന് നിർമ്മാണം പലയിടത്തും നടക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാല ഉടമ കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെ കൊല്ലങ്കോട് പോലീസാണ് കേസെടുത്തത്. അനുവദനീയമായതിൽ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിച്ചതായി ചിറ്റൂർ തഹസിൽദാർ ഡിവൈഎസ്പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. 15 കിലോ വെടിമരുന്ന് മാത്രം സൂക്ഷിക്കാനുള്ള ലൈസൻസാണ് ബിനോയ്ക്ക് പാലക്കാട് ജില്ലാ ഭരണകൂടം അനുവദിച്ചത്. എന്നാൽ 1000 കിലോയോളം വെടിമരുന്നാണ് ബിനോയ് ജേക്കബിന്റെ മുതലമടയിലെ പടക്ക നിർമ്മാണശാലയിൽ കണ്ടെത്തിയതെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. തുടർ പരിശോധന നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായത്. പിന്നാലെ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയ്ക്കും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാർ ആർ രാമചന്ദ്രൻ സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം, 15 കിലോയ്ക്കാണ് അവകാശമുണ്ടായിരുന്നത്. എന്നാൽ അവിടെ 1000 കിലോയോളം വെടിമരുന്നാണ് സൂക്ഷിച്ചിരുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാകാൻ ഇത് മതി. ഇത്രത്തോളം വലിയ ദുരന്തമാണ് ഒരു കൂട്ടം മനുഷ്യർ വരുത്തിവെക്കുന്നത്. മുണ്ടത്തിക്കോട് ഇപ്പോൾ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. മുണ്ടത്തിക്കോട്ടെ വീടുകളിലെ അടച്ചിട്ട ജനാലകളിലൂടെയും വെടിമരുന്നിന്റെ കത്തിക്കരിഞ്ഞ മണം അകത്തേക്കെത്തുന്നു. സമീപത്തെ പള്ളിപ്പെരുന്നാളിന്റെ ആഘോഷ അന്തരീക്ഷത്തിലായിരുന്നു ഭൂരിഭാഗം വീടുകളും. വർണ്ണക്കടലാസുകളും ചമയങ്ങളും നിറഞ്ഞ വീട്ടുമുറ്റങ്ങളിലേക്കാണ് അമിട്ടുകളുടെയും ഗുണ്ടുകളുടെയും ചീളുകൾ തെറിച്ചു വീണത്. ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ജനൽ ചില്ലുകൾ വീട്ടുമുറ്റത്തു നിന്നും അകത്തളങ്ങളിൽ നിന്നും എടുത്തുമാറ്റുന്ന തിരക്കിലായിരുന്നു ബുധനാഴ്ച രാവിലെ മുതൽ വീട്ടുകാരെല്ലാവരും. 1 കിലോമീറ്റർ പരിധിയിലെ 30ഓളം വീടുകളുടെ ജനൽ ചില്ലുകളാണ് തകർന്ന് തരിപ്പണമായി പോയത്. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാറി നിഖിൽ സൈമണിന്റെ വീട്ടിലെ മുറിയിൽ കിടക്കുകയായിരുന്ന മകൾ 6 വയസ്സുകാരി ടെസ മരിയയുടെ തുടയിൽ ജനൽ ചീള് തുളച്ചു കയറി പരിക്കേറ്റു.
മകൾക്ക് ഒരു സ്റ്റിച്ചുണ്ട്. വീടിൻ്റെ നിലം മുഴുവൻ ഇന്നലെ ചോരയായിരുന്നു. എല്ലാ ജനലുകളും തകർന്നു. ഫ്രിഡ്ജിലെ ഗ്ലാസ് ഭാഗം പോലും തകർന്നുപോയി എന്ന് നിഖിൽ പറഞ്ഞു. വയലിനക്കരെ പണി നടന്നുകൊണ്ടിരുന്ന സുരേന്ദ്രൻ്റെയും ഉഷയുടെയും പുതിയ വീടിൻ്റെ ഓടുകളും ജനാലകളും തകർന്നു പോയിട്ടുണ്ട്. ഓടുകൾ ഇളകി വീണ് രാധാകൃഷ്ണൻ്റെയും സുമയുടെയും വീടിന് കാര്യമായ നാശനഷ്ടമുണ്ടായി. അപകട സമയത്ത് ആരും വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് ആളപായം ഒഴിവാകുകയായിരുന്നു. കുണ്ടുപറമ്പ് ജോസഫ് കിടങ്ങൻ ഫ്രാൻസിസിൻ്റെ വീടിൻ്റെ മുകൾ നിലയിലെ എല്ലാ മുറികളിലെയും സീലിംഗ് അടർന്ന് താഴെ വീണു. പെരുന്നാളിന് പങ്കെടുക്കാൻ വീട്ടിലെത്തിയ ബന്ധു മുകൾ നിലയിൽ കിടക്കുമ്പോഴാണ് സ്ഫോടനമുണ്ടായത്. ഉറങ്ങിക്കിടന്ന ആളുകളുടെ ദേഹത്തേക്കാണ് കനം കുറഞ്ഞ സീലിംഗ് വന്നു വീണത്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നാശനഷ്ടത്തിൻ്റെ കണക്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. നാശം നേരിട്ട വീടുകളിലെ ഭൂരിപക്ഷം പേരും ചൊവ്വാഴ്ച രാത്രി താമസം മാറിയിട്ടുണ്ട്. അതായത് ഒന്ന് ഓർത്തു നോക്കണം, ആ ഒരു ഭാഗത്തെ എല്ലാ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനിടെ DNA പരിശോധന നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അപകടത്തിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധരാണ് DNA പരിശോധന നടത്തുന്നത്. 32 മനുഷ്യ അവശിഷ്ടങ്ങളാണ് പരിശോധന നടത്താനുള്ളത്. ആദ്യം മൃതദേഹങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച ശേഷം അപകടത്തിൽ കാണാതായവരുടെ ബന്ധുക്കളുടെ സാമ്പിൾ ശേഖരിക്കും. നടപടികൾ പൂർത്തിയാക്കാൻ ശരാശരി 3 മുതൽ 7 ദിവസം വരെ വേണ്ടിവരും. മാംസഭാഗങ്ങൾ മാത്രമുള്ള 4 മൃതദേഹങ്ങളാണ് DNA പരിശോധന വഴി ആളെ തിരിച്ചറിയാനുള്ളത്. കൂടാതെ തിരിച്ചറിയാനാകാതെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൃതദേഹവും DNA പരിശോധന നടത്താൻ ആലോചനയുണ്ട്. മുണ്ടത്തിക്കോട് അപകടം നടക്കുമ്പോൾ അതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ പോലും വീണ്ടും അപകടത്തിലേക്ക് ചാടിപ്പോയ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ആദ്യത്തെ പൊട്ടിത്തെറിയിൽ നിന്ന് വിജയൻ രക്ഷപ്പെട്ടതായിരുന്നു. ജീവൻ കയ്യിലെടുത്ത് ആ വെടിക്കെട്ട് പുരയിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. പക്ഷേ കുറച്ചു ദൂരം എത്തിയപ്പോഴാണ് വിധി തിരികെ വിളിച്ചത്. മറന്നുവെച്ച ഫോൺ എടുക്കാൻ. പ്രിയപ്പെട്ടവരുടെ വിളി ഇനിയും ഉണ്ടാകും എന്ന കരുതലിൽ ആ ഫോൺ തേടി വിജയൻ തിരികെ ചെന്നത് ആളിപ്പടരുന്ന തീഗോളത്തിലേക്കായിരുന്നു. തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് ദുരന്തം മലപ്പുറത്തിൻ്റെ നോവായി മാറുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഹിമേഷിൻ്റെ ഈ വാക്കുകൾ കേട്ടുനിന്നവരുടെ കരള് പിളർക്കുന്നതായിരുന്നു. അപകട വിവരമറിഞ്ഞ് മകൻ സന്ദീപും സംഘവും രാത്രി തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും വിജയനെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ പല്ലും ശരീരത്തിലെ ചില അടയാളങ്ങളും വെച്ച് നടത്തിയ പരിശോധനയിലാണ് ആ മൃതദേഹം വിജയൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. നാട്ടിലെ ഏതു പണിക്കും മുൻപന്തിയിലുണ്ടായിരുന്ന പള്ളിയാലിപ്പറമ്പിൽ മണികണ്ഠൻ്റെ വിയോഗം ആലങ്കോട് ഗ്രാമത്തിന് താങ്ങാനായില്ല. അവസാനമായി മുഖമൊന്ന് കാണാൻ പോലും കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ആ മൃതദേഹം. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ഉഷയാണ് ഭാര്യ. ആ കുടുംബത്തിൻ്റെ വാവിട്ടുള്ള കരച്ചിൽ കണ്ടുനിന്നവരെ പോലും കണ്ണീരണിയിച്ചു. കൊളത്തൂരുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞനായിരുന്ന സുബ്രഹ്മണ്യൻ്റെ വിധി ഇതിലും ദയനീയമായിരുന്നു. പണിതീരാത്ത തൻ്റെ കൊച്ചു വീടിന് ചാരെ ഇനി സുബ്രഹ്മണ്യൻ അന്ത്യവിശ്രമം കൊള്ളും. വിഷുകാലത്ത് നാട്ടിലെ വീടുകളിൽ പടക്കപ്പൊതികളുമായി എത്തുന്ന കുഞ്ഞേട്ടൻ ഇനി ഓർമ്മ മാത്രം. മറ്റൊരാളുടേതാണെന്ന് കരുതി കൊണ്ടുപോകാൻ ഒരുങ്ങിയ മൃതദേഹം കയ്യിലെ ഏലസും തോർത്തും കണ്ടാണ് സുബ്രഹ്മണ്യൻ്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. 5 പേരടങ്ങുന്ന മലപ്പുറം സംഘത്തിൽ ബാബു ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഒരാൾക്ക് പിന്നാലെ ഒരാളായി കത്തി അമർന്ന മലപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ട 3 പേർക്കും ഒരു നാടൊന്നാകെ കണ്ണീരോടെ വിടചൊല്ലി. ദുരിത കാഴ്ചകളാണ് മുണ്ടത്തിക്കോട് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ്. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മനുഷ്യൻ്റെ ജീവൻ വെച്ചല്ല പൂരങ്ങൾ നടത്തേണ്ടത്. ഇത്ര വലിയ ദുരന്തം സംഭവിച്ചിട്ടും ഒരു കൂട്ടം കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് പൂരത്തിന് വെടിക്കെട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുതരം മനുഷ്യരാണ് നിങ്ങളെന്ന് മനസ്സിലാകുന്നില്ല. ആഘോഷങ്ങൾ നമുക്ക് വേണം, പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം. അതിനപ്പുറത്തേക്ക് പോകരുത്. ഇപ്പോൾ പാറമേക്കാവും മറ്റ് ദേവസ്വങ്ങളുമൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂരത്തിൻ്റെ രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നതിന് വേണ്ടി. അതിനിടയിലാണ് വെടിക്കെട്ട് ഒഴിവാക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പൂരപ്രേമികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ഭ്രാന്തരുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്ര ദുരന്തം നിങ്ങളുടെ കൺമുന്നിൽ നടന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും വെടിക്കെട്ട് വേണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തൻ ചിന്തയല്ലാതെ മറ്റെന്താണ്? ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പൂരം ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ് ഈ വിഷയത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.